ആണ് ഐഡിംപൊട്ടൻസ് ലോ അല്ലെങ്കിൽ ഐഡിംപൊട്ടൻസി ലോ അല്ല ഐഡിംപൊട്ടൻറ്റ് ലോ എന്നൊക്കെ പറയും. ഈ ലോ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ആൻലോയ്ക്കകത്തും ഓർലോയ്ക്കകത്തും നമ്മൾ കണ്ടതാണ്. അപ്പോൾ എ ഇൻറ്റു എ ഈസിക്കൽ ടു എ പ്ലസ് എ ഈസിക്കൽ ടു എ. ഈ ലോനെ പറയുന്ന പേരാണ് ഐഡിംപൊട്ടൻസ് ലോ. അതുപോലെ ഡബിൾ നെഗേഷൻ ലോ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടായിരുന്നു. അടുത്ത ലോയാണ് ഐഡൻറ്റിറ്റി ലോ. എ ഇൻറ്റു 1 ഈസിക്കൽ ടു എ പ്ലസ് 1 ഈസിക്കൽ ടു 1. അതാണ് ഐഡൻറ്റിറ്റി ലോ. അതുപോലെ നള്ളോ എ പ്ലസ് 0 ഈസിക്കൽ ടു എ ഇൻറ്റു 0 എന്ന് പറയുന്ന ലോയുടെ പേരാണ് നള്ളോ. വേറെ ലോയും ഉണ്ട് കേട്ടോ, വേറൊരു പേരുകൂടിയാണത്. അടുത്തതാണ് ട്രാൻസ്പോസിഷൻ തിയറം. ട്രാൻസ്പോസിഷൻ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ എ ബി പ്ലസ് എ ബാർ സി ഈസിക്കൽ ടു എ പ്ലസ് സി ഇൻറ്റു എ ബാർ പ്ലസ് ബി എന്ന് എഴുതാം. ഇതാണ് ട്രാൻസ്പോസിഷൻ തിയറം എന്ന് പറയുന്നത്. എ ബി പ്ലസ് എ ബാർ സി എന്ന് പറയുന്നത് എ പ്ലസ് സി ഇൻറ്റു എ ബാർ പ്ലസ് ബി എന്ന് എഴുതാം. ഇതാണ് റൂള്. ഇനി ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം. നമ്മൾ സാധാരണ ഇത്രയും നേരം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസിക്കൽ റൈറ്റ് ഹാൻഡ് സൈഡ് നാം പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇവിടെ നമുക്ക് കുറച്ചും കൂടി എളുപ്പം എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് ഈസിക്കൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, എ പ്ലസ് സി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം എ പ്ലസ് സി ഇൻറ്റു എ ബാർ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് ബ്രാക്കറ്റിൽ രണ്ട് കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എ ഇൻറ്റു എ ബാർ എ ഇൻറ്റു എ ബാർ പ്ലസ് എ ബി പ്ലസ് ഇവിടെ എ ബാർ സി പ്ലസ് അടുത്തത് ബി സി എന്ന് മൾട്ടിപ്ലൈ ചെയ്യാലോ, എഴുതാം. നമുക്കറിയാം എ ഇൻറ്റു എ ബാർ എന്താണ്, 0 എന്നറിയാലോ. എ ഇൻറ്റു എ ബാർ 0 ആണ്. പിന്നെ എ ബി ഇറക്കി എഴുതി, എ ബാർ സി ഇറക്കി എഴുതി, ബി സി ഇറക്കി എഴുതി. ഇനി നിങ്ങൾ നോക്കുക, നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എ ബി പ്ലസ് എ ബാർ സിയുടെ ബി സി ഇൻറ്റു 1 എന്ന് എഴുതാമല്ലോ വേണമെങ്കിൽ. ഇവിടെ ബി സി ഇൻറ്റു 1 എന്ന് എഴുതിയ എന്തെങ്കിലും തെറ്റാണോ? ഈ എക്സ്പ്രഷൻ നമ്മളോട് നേരത്തെ കണ്ടിട്ടുണ്ട്, നേരത്തെ നമ്മളൊരെണ്ണം പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, ഇവിടെ ബി സി ഇൻറ്റു 1 എന്ന് എഴുതാമല്ലോ. ഈ 1ന് പകരം എനിക്ക് വേണമെങ്കിൽ എ പ്ലസ് എ ബാർ എന്ന് എഴുതാം. ഇനി നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? എ ബി പ്ലസ് എ ബാർ സി പ്ലസ് എ ബി സി പ്ലസ് എ ബാർ ബി സി എന്ന് വരും അല്ലേ. ഇനി നോക്കിയറിയാം, എ ബിയുടെ ടേംസ് രണ്ടെണ്ണം ഉണ്ടല്ലേ. നമുക്കിതിനകത്ത് രണ്ടിനകത്തും എ ബിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ എന്ത് വരും? എ ബിനെ പുറത്തെടുക്കുകയാണെങ്കിൽ 1 പ്ലസ് സി എന്നും ആവും. ഇവിടെ രണ്ടിടത്ത് എ ബാർ സി കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ ബാർ സിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 പ്ലസ് ബി എന്നും ആവും അല്ലേ. അപ്പോൾ എ ബി പ്ലസ് എ ബാർ സി നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഓക്കെ, അടുത്ത റൂളാണ് ഡുവാലിറ്റി ബാർ പ്രിൻസിപ്പിൾ ഓഫ് ഡുവാലിറ്റി. അത് ഇത്രയേ ഉള്ളൂ. ഡുവാലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ ഡുവൽ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 0യ്ക്ക് പകരം എന്ത് എഴുതുക? 1 എഴുതുക. 1ന് പകരം എന്ത് എഴുതുക? 1 0 ആവുക. അതിൽ ആൻഡ് ഉണ്ടെങ്കിൽ അത് ഓറാക്കി മാറ്റുക. ഓർ ഉണ്ടെങ്കിൽ അതിനെ എന്താക്കുക? ഓർ ഉണ്ടെങ്കിൽ അതിനെ ആൻഡ് ആക്കുക. ഇതിനെ പറയുന്ന പേരാണ് ഡുവാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വായിച്ചാൽ മനസ്സിലാവും. 1 എക്സ്പ്രഷൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദ അതർ ബൈ റീപ്ലേസിങ് എവരി 0 വിത്ത് 1. സീറോസിനെ 1 ആക്കുക, 1നെ 0 ആക്കുക, അതുപോലെ ഓർ ഓപ്പറേഷൻ ആൻഡ് ആക്കുക, ആൻഡിനെ ഓർ ആക്കുക. ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഡുവൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഡുവാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഒരു എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതാ സിമ്പിൾ എക്സ്പ്രഷൻ എ ഇൻറ്റു എ ബാർ. എ ഇൻറ്റു എ ബാറിൻ്റെ ഡുവൽ എക്സ്പ്രഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും? ഇവിടെ ആൻഡിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാവണം? പ്ലസ് ആവണമെന്നുണ്ടോ? അപ്പം എ ഇൻറ്റു എ ബാർ ഈസിക്കൽ ടു 0 എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിന് ഡുവൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എ ഇവിടെ ഓർ ആൻഡ് എന്താവണം? ഓറായി മാറണം. അപ്പോൾ എ പ്ലസ് എ ബാർ അതെന്താണ് ആൻസർ? 1 അല്ലേ. അതുപോലെ ഫോർ എക്സാമ്പിൾ വേറെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇവിടെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കുക, എ ഇൻറ്റു ബി പ്ലസ് സി എന്നൊരു എക്സ്പ്രഷൻ നമുക്ക് തന്നിരിക്കുക. ഇതിന് ഡുവൽ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞാൽ എന്താണ്? എ ഈ ഡോട്ട് എന്താവണം? പ്ലസ് ആവണം. ബി എവിടെ തന്നെയുണ്ട്? ഓർ എന്താവണം? ഇവിടെ ഡോട്ടായി മാറണം. ഇതാണ് അതിൻ്റെ ഡുവൽ എക്സ്പ്രഷൻ. ഈ റൂളിനെ പറയുന്ന പേരാണ് ഡുവൽ. എന്ത്? ഡുവൽ. ഇവിടെ നോക്കിയാൽ 0 ബാർ എന്ന് പറഞ്ഞാൽ എന്താ? 1. 0 ഉള്ളിടത്ത് എന്താക്കുക? 1 ആക്കുക. 1 ബാർ എന്താണ്? 0 ആണ്. അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് ലോ ആണ് ഡിമോർഗൻസ് ലോ അല്ലെങ്കിൽ ഡിമോർഗൻസ് തിയറം എന്ന് പറയും. അതിനകത്ത് 2 തിയറംസ് ആണുള്ളത്, തിയറം 1ഉം തിയറം 2ഉം. ഒന്നാമത്തെ ലോയാണ് ഇത്. അതായത് എ ഇൻറ്റു ബി ദ ഹോൾ ബാർ എന്ന് പറയുന്നത് എയും ബിയും ആൻഡ് ചെയ്യുക അല്ലെങ്കിൽ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ ഹോൾ കോംപ്ലിമെൻറ്റ് നമുക്ക് എ ബാർ പ്ലസ് ബി ബാർ എന്ന് എഴുതാം. ഇതാണ് റൂള്, ഒന്നാമത്തെ റൂള്. അതുപോലെ ഇതാണ് രണ്ടാമത്തെ തിയറം. എ പ്ലസ് ബിയുടെ അതായത് ഓർ ചെയ്യുന്നതിന് ഹോൾ കോംപ്ലിമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ എ ബാർ ഇൻറ്റു ബി ബാർ എന്ന് എഴുതാം. ഇതാണ് രണ്ടാമത്തെ ലോ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ലോ ആണ് കേട്ടോ.
അപ്പോൾ നമുക്കിതിനെ തൽക്കാലം ലോജിക് ഡയഗ്രം വെച്ച് ഒന്ന് വരച്ച് കാണിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പ്രൂഫും ഉണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് തന്നെ എഴുതണം. തിയറം എന്താണെന്നുള്ളതും ലോജിക് ഡയഗ്രം വരച്ചും ഇവിടെ ഒരു പെർഫെക്റ്റ് ഇൻഡക്ഷൻ മെത്തേഡ് വഴി നമുക്കിത് പ്രൂവ് ചെയ്യാം. അതും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോ. നമുക്ക് ആദ്യം ഫസ്റ്റ് ലോ എന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാം ലോജിക് ഡയഗ്രം വെച്ച്. നോക്കിക്കേ, ഇതെന്താ എ ഇൻറ്റു ബി അല്ലേ? അതിനെ എന്ത് ചെയ്തിരിക്കുക, ഹോൾ ബാർ ചെയ്തിരിക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ച എ ഇൻറ്റു ബി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏത് ഗേറ്റ് വെച്ചാൽ, അല്ലെങ്കിൽ ആൻഡ് ഗേറ്റ് അല്ലേ? എ ഇൻറ്റു ബി എന്താ, എ ആൻഡ് ബി അല്ലേ? ആൻഡ് ഗേറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ആൻഡ് ഗേറ്റ് പഠിച്ചാൽ അതിനെ നമ്മൾ എന്ത് ചെയ്തേക്കുക, കോംപ്ലിമെൻറ്റ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ നോക്കിക്കേ, എ എന്നൊരു ഇൻപുട്ട് കൊടുത്തു, ബി എന്നൊരു ഇൻപുട്ട് കൊടുത്തു, അത് എന്ത് ചെയ്തു, ആൻഡ് ചെയ്തു. ഇപ്പോൾ ശരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ, എ ഇൻറ്റു ബി ആണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, കോംപ്ലിമെൻറ്റ് ചെയ്യണം. അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എ ഇൻറ്റു ബി ദ കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൻഡിൻ്റെ കോംപ്ലിമെൻറ്റിനെ പറയുന്ന പേരാണ് നാൻഡ് ഗേറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അതൊക്കെ നമുക്ക് മുന്നോട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയുള്ള എ എന്നൊരു ഇൻപുട്ട് കൊടുത്തു, ബി എന്നൊരു ഇൻപുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെന്ത് ചെയ്താൽ മതി, ആൻഡ് ചെയ്യുക. ആൻഡിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി, കോംപ്ലിമെൻറ്റ് ഉദ്ദേശിക്കുന്നത് എന്താ, ഇവിടെ നോച്ചിട്ട് കൊടുത്താൽ മതി, ഇവിടെ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഇതെന്തായി, ഇതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പം എന്താണ്, എ ഇൻറ്റു ബി ദ ഹോൾ ബാറായി മാറി. കണ്ടോ? അടുത്തത് ഇതെന്താണെന്ന് നമ്മൾ എഴുതിയേക്കുന്നത്, എ ബാറ് പ്ലസ് ബി ബാർ. കണ്ടോ? ഇവിടെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ നോക്കിയാൽ മനസ്സിലാവും. ഇതിനെ ഞാൻ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഈ കാണുന്നതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ? ഇതെങ്ങനെയാണ് വന്നതെന്ന് കാണാം. ഇത്രയേ ഉള്ളൂ. അപ്പം എ ഇൻറ്റു ബി ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ എ ബാറ് പ്ലസ് ബി ബാർ ആണെന്നല്ലേ പറഞ്ഞേ? ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഓർ ഓപ്പറേഷൻ ചെയ്യാൻ നമ്മൾ ഏത് ഗേറ്റിന് എടുക്കുന്നത്, ഓർ ഗേറ്റിന് അല്ലേ? ഓർ ഗേറ്റ് എങ്ങനെ ഇരിക്കണേ, ഇങ്ങനെയല്ലേ ഓർ ഗേറ്റ് ഇരിക്കണേ അല്ലേ? ഇതാണ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റിന് ഇൻപുട്ടിലേക്ക് നമ്മൾ എയും ബിയും കൊടുത്ത് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക സാധാരണ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, നമുക്കിവിടെ എന്താ വേണ്ടേ? ഇവിടെ നമുക്ക് വേണ്ടത് എ ബാറ് പ്ലസ് ബി ബാറാണ്. എ ബാറും ബി ബാറും കൂടെ എന്ത് ചെയ്യാനാ, ഓർ ചെയ്യാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ എ ബാർ കണ്ടുപിടിക്കണം. എനെ നോട്ട് ഗേറ്റിലോട്ട് കൊടുത്താലല്ലേ നമുക്ക് എ ബാർ കിട്ടുള്ളൂ. ബീനെ നോട്ട് ഗേറ്റിലേക്ക് കൊടുത്താലേ നമുക്ക് ആരെ കിട്ടുള്ളൂ, ബി ബാർ കിട്ടുള്ളൂ. ഈ എ ബാറും ബി ബാറോട് നമ്മൾ പിന്നെ എങ്ങോട്ട് കൊടുക്കണം, ഓർ ഗേറ്റിൽ കൊടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എ ബാറ് പ്ലസ് ബി ബാർ കിട്ടുള്ളൂ അല്ലേ? സാധാരണ ഒരു ഓർ ഗേറ്റിന് എങ്ങനെയാണ്, എയും ബിയും ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് എന്താണ് ഓർ ഗേറ്റിൻ്റെ, എ പ്ലസ് ബി ആണ്. ഇപ്പം നമ്മൾ ഓർ ഗേറ്റിന് ഇൻപുട്ടായിട്ട് എന്തൊക്കെയാണ് കൊടുത്തത്, എ ബാറും ബി ബാറും കൊടുത്തപ്പം എ ബാറ് പ്ലസ് ബി ബാർ ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ വേണമെങ്കിൽ എനിക്ക് ബബിൾഡ് ഓർ ഗേറ്റ് എന്നും പറയാം. അതൊന്നുമില്ല. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്താണ്, എ കൊടുത്തു, അതിനെ നോട്ട് കൊടുത്തു, എ ബാർ എടുത്ത്, അതുപോലെ ബി എന്നുള്ള നോട്ട് ചെയ്തപ്പം എനിക്ക് ബി ബാർ കിട്ടി. ഇത് രണ്ടിനെയും കൂടെ ഞാനിപ്പോൾ എങ്ങോട്ട് കൊടുത്തു, ഓർ ഗേറ്റിൽ കൊടുത്തു. അപ്പോൾ എനിക്ക് എ ബാർ പ്ലസ് ബി ബാർ കിട്ടി. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഇപ്പോൾ ഈ ഓറിൻ്റെ ഇൻപുട്ടായിട്ട് വന്നിരിക്കുന്നത് എന്താ, എ ബാറാ അല്ലേ? ഇതിന് ഇൻപുട്ട് ഇപ്പോൾ ആരാ, ബി ബാറാ. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെയും കാണിക്കാം, അതായത് ബബിൾഡ് ഓർ ഗേറ്റ് ആയിട്ടും കാണിക്കാം. അതായത് എനെ ഞാൻ എന്ത് ചെയ്തേക്കുക, കോംപ്ലിമെൻറ്റ് ചെയ്തേക്കുക, ബീനെ ഞാൻ എന്ത് ചെയ്തേക്കുക, കോംപ്ലിമെൻറ്റ് ചെയ്തേക്കുക. അപ്പം ഇതിന് ഇൻപുട്ടായിട്ട് ഇപ്പോൾ ആരാ വന്നേക്കുന്നത്, ബി ബാറും എ ബാറും ആണ്. ഈ നോട്ടും ഒരു എയുടെ ഇട്ട് കൊടുത്തതിൻ്റെ അർത്ഥം എന്താണ്, എ ബാറാണ് ഇതിന് ഇൻപുട്ട്. ഇവിടെ ബിയും ഈ നോട്ടും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ അർത്ഥം എന്താണ്, ബി ബാറാണ് ഇതിന് ഇൻപുട്ട്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ബബിൾഡ് ആൻഡ് ഗേറ്റ്, ബബിൾഡ് ഓർ ഗേറ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് ലോജിക് ഡയഗ്രാം വെച്ച് നമ്മൾ ഫസ്റ്റ് എക്സ്പ്രഷൻ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് എക്സ്പ്രഷനും. സെക്കൻഡ് എക്സ്പ്രഷൻ എന്താ, എ പ്ലസ് ബി ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ എ ബാർ ഇൻറ്റു ബി ബാർ ആണ്. ആദ്യം എന്ത് ചെയ്യുക, എ പ്ലസ് ബി ദ ഹോൾ ബാറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നോക്കിക്കേ, ഇതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം നമുക്ക് എ പ്ലസ് ബീനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ ഏത് ഗേറ്റിലേക്കാണ് കൊടുക്കുന്നത്, ഓർ ഗേറ്റിലാണ്. ഓർ ഗേറ്റിൽ കൊടുത്തു. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടി, എ പ്ലസ് ബി കിട്ടി. എനിക്കിനി ഇതിന് എന്ത് ചെയ്യണം, കോംപ്ലിമെൻറ്റ് ചെയ്യണം. കോംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് കൊടുത്താൽ മതി, ഇവിടെ നോട്ടിട്ട് കൊടുത്താൽ മതി. ഇതാണ് എ പ്ലസ് ബി ദ ഹോൾ ബാർ. അടുത്ത് ഇനി ആരെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, എ ബാർ ഇൻറ്റു ബി ബാർ ആണ് അല്ലേ? എ ബാർ ഇൻറ്റു ബി ബാർ ആണ്. അപ്പോൾ ആദ്യം എ ബാർ വേണം. എനെ നോട്ട് ചെയ്താൽ ആരെ കിട്ടി, എ ബാർ കിട്ടി. ബീനെ നോട്ട് ചെയ്താൽ ആരെ കിട്ടി, ബി ബാർ കിട്ടി. ഇവർ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ആൻഡ് ചെയ്യുക. അപ്പോൾ ആൻഡ് ഗേറ്റിലേക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനെ എനിക്ക് വേറെ രീതി വരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? വേറെ രീതി ഏതാ, വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെയും കാണിക്കാം. ഇവിടെ രണ്ടിടത്ത് നോട്ടിട്ട് കൊടുത്താൽ അതിൻ്റെ അർത്ഥം എയും ബി, ഇവിടെ ഇതിന് ഇൻപുട്ടായിട്ട് എ ബാറും ഇപ്പോൾ ഇതിന് ഇൻപുട്ടായിട്ട് ബി ബാറും ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇപ്പോൾ എന്തായി, എ ബാർ ഇൻറ്റു ബി ബാർ എന്നാണ്. ഓക്കെ, പെർഫെക്റ്റ് ഇൻഡക്ഷൻ മെത്തേഡ് വഴിയും പ്രൂവ് ചെയ്യാൻ പറ്റും. എളുപ്പമാണ് കേട്ടോ.
അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ എന്താണ് ഇവിടെ ലോ അങ്ങ് എഴുതിയിടാം. നമ്മുടെ ഒന്നാമത്തെ ലോ എന്താ? ഒന്നാമത്തെ ലോ ഞാനങ്ങ് പ്രൂവ് ചെയ്യാൻ പോവാം. എ ഇൻറ്റു ബി ദ ഹോൾ ബാർ എന്ന് പറയുന്നത് എ ബാർ എ പ്ലസ് ബി ബാർ ആണ്. ഇതല്ലേ നമ്മുടെ ലോ? നോക്കിക്കേ, നിങ്ങൾ എക്സ്പ്രഷനിലേക്ക് നോക്കിയാൽ എത്ര വേരിയബിൾസ് ഉണ്ട്? എ എന്ന് പറയുന്നൊരു വേരിയബിളുണ്ട്, ബി എന്ന് പറയുന്നൊരു വേരിയബിളുണ്ട്. അതായത് 2 ഇൻപുട്ടേ ഉള്ളൂ. അപ്പം എയും ബിയും അങ്ങോട്ട് എഴുതാമല്ലോ. 2 ഇൻപുട്ടേ നിങ്ങൾക്കുള്ളൂ അല്ലേ? ആ 2 ഇൻപുട്ട് ഏതൊക്കെയാണ്? എയും ബിയും 2 ഇൻപുട്ട്സാണ് നിങ്ങൾക്കുള്ളത് അല്ലേ? എ പ്ലസ് ബി. ആദ്യം ഇപ്പം നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ ബാർ ഈസിക്കൽ ടു എ ബാർ എ ഇൻറ്റു ബി ബാർ ആണെന്നങ്ങ് പ്രൂവ് ചെയ്യാവേ. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ ബാർ ഈസിക്കൽ ടു എ ബാർ എ ഇൻറ്റു ബി ബാർ എന്നാണ്. ഓക്കെ, അതായത് എ പ്ലസ് ബി എയും ബിയും കൂടെ ഓറ് ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കുക. ആ കിട്ടിയ ആൻസറും എ ബാർ കണ്ടുപിടിക്കുക, ബി ബാർ കണ്ടുപിടിക്കുക, എ ബാറും ബി ബാറും കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ എന്ത് ചെയ്യുക? ആൻഡ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന ആൻസറും ഈക്വൽ ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിനി ആദ്യം എ എന്താ ബി എന്താണെന്ന് എഴുതാൻ പോവാം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഈ എക്സ്പ്രഷൻ മൊത്തം നോക്കിയാൽ പോലെ അറിയാം എ ബി 2 വേരിയബിളേ ഉള്ളൂ. എൻ്റെ അർത്ഥം എന്താ? 2 ഇൻപുട്ടാണ്. 2 ഇൻപുട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 സ്ക്വയർ എത്രയാണ്? മൊത്തം 4 കോമ്പിനേഷൻ അല്ലേ? 0 0 0 1 1 0 1 1. ഇനി ഒരു പക്ഷേ എ ബി ഇതിനോട്ടൊരു സിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ മൊത്തം ഇപ്പോൾ എത്ര വേരിയബിൾ ആയേനെ? എ ബി സി 3 ഇൻപുട്ട് ഉണ്ടായേനെ അല്ലേ? 3 ഇൻപുട്ടാണെങ്കിൽ 2/3 8 കോമ്പിനേഷൻസ് ആയി അല്ലേ? 2/3 8 കോമ്പിനേഷൻ 0 0 0 0 0 1 3 ബിറ്റിൻ്റെ 8 കോമ്പിനേഷൻസ് എഴുതണമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കോ, എയും ബിയും ഇവിടെ ഉണ്ട്. 0 0 0 1 1 0 1 1. ഓക്കെ, ഇനി നോക്കിക്കോ, നമ്മൾ ചെയ്യാൻ പോവാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? എ പ്ലസ് ബി ദ ഹോൾ ബാർ ഈസിക്കൽ ടു എ ബാർ ഇൻറ്റു ബി ബാർ ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാം. ആദ്യം 0 0 0 1 1 0 1 1 അങ്ങ് എഴുതി വെച്ചു. ഇനി ഇവിടെ നോക്കി, നമുക്ക് ആദ്യം എ ബാർ കണ്ടുപിടിക്കാം. എ എന്താണോ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എ ബാർ. ഓക്കെ അല്ലേ? ഓക്കെ, ബി എന്താണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ബി ബാർ കണ്ടുപിടിക്കാമല്ലോ അല്ലേ? ബി എന്താ? ഇവിടെ 0 ആണെങ്കിൽ ബി ബാർ എന്താ? 1 1 ആണെങ്കിൽ 0 0 ആണെങ്കിൽ 1 1 ആണെങ്കിൽ 0. അത് കണ്ടുപിടിച്ചു. അപ്പോൾ എ ബാറും എന്താ ബി ബാർ എന്താണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇപ്പം നോട്ടിൽ എഴുതിയ പോലെ ഞാൻ എ പ്ലസ് ബി എന്താണെന്ന് ഇവിടെ കണ്ടുപിടിക്കുക. എ പ്ലസ് ബി മീൻസ് ഇത്രേ ഉള്ളൂ, എയും ബിയും കൂടെ ഓർ ചെയ്യുന്നതാണ് എ പ്ലസ് ബി അല്ലേ? ഓക്കെ, എയും ബി ഓർ ചെയ്താൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? 0 0 0 0 1 വരുമ്പം 1 ആയിരിക്കും, 1 0 വരുമ്പോൾ 1 ആയിരിക്കും, 1 1 വരുമ്പോൾ 1 ആയിരിക്കും. എവിടെയെങ്കിലും ഒരെണ്ണത്ത് ഹൈ ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഓർലോ. അപ്പോൾ എ പ്ലസ് ബി എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? എ പ്ലസ് ബി ദ ഹോൾ ബാർ എന്ന് പറയുന്നത് എ ബാർ ഇൻറ്റു ബി ബാർ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ പ്ലസ് ബി എന്താണെന്ന് കണ്ടുപിടിച്ചു. എ പ്ലസ് ബിയുടെ ഹോൾ ബാർ ഇനി കണ്ടുപിടിക്കുക. ഓക്കെ, എ പ്ലസ് ബിയുടെ ഹോൾ ബാർ കണ്ടുപിടിച്ചേ. ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതാണ് എ പ്ലസ് ബി. അപ്പോൾ എ പ്ലസ് ബി എന്താണോ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണെന്ത്? എ പ്ലസ് ബി ദ ഹോൾ ബാർ. കണ്ടോ? അപ്പോൾ എന്തായി? ഇവിടെ 0 1 ആയി, ഇവിടെ 1 0 1 0 1 0. ഓക്കെ, ഇതാണ് എ പ്ലസ് ബി ദ ഹോൾ ബാർ. അടുത്തത്, അപ്പോൾ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ ബാർ എന്താണെന്ന് കണ്ടുപിടിച്ചേ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എ ബാർ ഇൻറ്റു ബി ബാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എ ബാർ ഇൻറ്റു ബി ബാർ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ഇവിടെ എ ബാർ അറിയാം, ഇവിടെ ബി ബാറും അറിയാം. അപ്പോൾ എ ബാർ ഇൻറ്റു ബി ബാർ ഇനി കണ്ടുപിടിക്കാൻ മേലേ ഇവർ തമ്മിൽ ആൻഡ് ചെയ്യുന്നതാണ് എന്ത്? എ ബാർ ഇൻറ്റു ബി ബാർ. എ ബാർ ഇവിടെ ഉണ്ട്, ബി ബാറും ഉണ്ട്. ഇവർ തമ്മിൽ ആൻഡ് ചെയ്ത് 1 1 ആൻഡ് ചെയ്യുമ്പം എന്ത് കിട്ടണം? 1 കിട്ടണം. 1 0 ആൻഡ് ചെയ്താൽ 0 0 1 0 0 0 കൊടുത്താൽ 0 ഉണ്ടോ? 1 0 0 0 എന്ന് കിട്ടി. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എ ബാർ ഇൻറ്റു ബി ബാറും എ പ്ലസ് ബി ദ ഹോൾ ബാറും സെയിം ആണോ എന്ന് നോക്കിക്കേ. സെയിം അല്ലേ? നമുക്ക് പ്രൂവ് ചെയ്തില്ലേ? എ പ്ലസ് ബി ദ ഹോൾ ബാറും എ ബാർ ഇൻറ്റു ബി ബാറും ഇപ്പോൾ കിട്ടിയ എന്താ? സെയിം ആണെന്ന് പ്രൂവ് ചെയ്തു. ഉണ്ടോ? ഇതാണ് ഡി മോർഗൻസ് ലോ പ്രൂവ് ചെയ്യുന്ന മെത്തേഡ്. അടുത്ത ലോ ഏതായിരുന്നു? അടുത്ത ലോ എന്ന് പറയുന്നത് എ ഇൻറ്റു ബി ദ ഹോൾ ബാർ എന്ന് പറയുന്നത് എ ബാർ എ പ്ലസ് ബി ബാർ ആണെന്നുള്ളതായിരുന്നു നമ്മുടെ അടുത്ത ലോ. അപ്പോൾ എയും ബിയുടെ മൾട്ടിപ്ലൈ ചെയ്താണ് ഈ കാണുന്നത് അല്ല. എന്നിട്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കണം. അതെന്താണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? എ ബാറും ബി ബാറുടെ ഓർ ചെയ്യുന്നതെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എ ഇൻറ്റു ബി കണ്ടുപിടിച്ചേ. 0 0 0 0 1 0 1 0 0 1 1 0. നിങ്ങൾക്കറിയാലോ, എയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ് ചെയ്യാൻ വേണ്ടി അറിയാലോ? അറിയാം. ഇനി എന്ത് ചെയ്യുക? അതിൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാം. ഏതിൻ്റെ? എ ഇൻറ്റു ബി ഹോൾ ബാർ കണ്ടുപിടിച്ച് കണ്ടോ? എ ഇൻറ്റു ബി എന്താ? 0 ആണെങ്കിൽ കോംപ്ലിമെൻറ്റ് എന്താ? 1 0 1 0 1
1 0. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു ബി ദ ഹോൾ ബാർ കണ്ടുപിടിച്ചു. നമുക്കറിയാം എ ഇൻറ്റു ബി ദ ഹോൾ ബാർ എന്ന് പറയുന്നത് എ ബാറെ പ്ലസ് ബി ബാർ ആണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. എ ബാർ എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ബി ബാർ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരെ തമ്മിൽ ഓർ ചെയ്യുന്നതാണോ ഇതെന്നുള്ളത് കണ്ടുപിടിച്ചാൽ പോരെ. ഓക്കെ, ഇവിടെ നോക്കിയോ, എ ബാർ എന്താണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ബി ബാർ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, എ ബാറും ബി ബാറും കിടക്കുന്നു. ഇവരെ തമ്മിൽ ഓർ ചെയ്തേ, 1 1 ഓർ ചെയ്താൽ 1 ഉണ്ടോ, എ ബാറും ബി ബാറോട് ഓർ ചെയ്യുമ്പം 1 1 0 ഓർ ചെയ്താൽ 1 0 1 ഓർ ചെയ്താൽ 1 0 0 ഓർ ചെയ്താൽ 0. ഇനി ഇവിടെ നോക്കിയേ, എ ഇൻറ്റു ബി ദ ഹോൾ ബാറും എ ബാറെ പ്ലസ് ബി ബാറും സെയിം ആണോ? സെയിം ആണ്, പ്രൂവ് ചെയ്തു. ഇതാണ് ഡി മോർഗൻസ് ലോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ.